ഒരു പോലീസുകാരനും SFIയിലെ പിള്ളേരും തമ്മിലുള്ള അടിയാണ്. അതിൻ്റെ 4-5 വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കാണിച്ച വീഡിയോയിൽ SFIയിലെ പിള്ളേർ പോലീസുകാരനെ മർദ്ദിക്കുന്നതാണ് കാണിച്ചതെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പോലീസുകാരൻ പിള്ളേരെ മർദ്ദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പോലീസുകാരുടെ ഭാഗത്താണ് ന്യായമെന്നോ അല്ലെങ്കിൽ SFIയിലെ കുട്ടികളുടെ ഭാഗത്താണ് ന്യായമെന്നോ നമ്മൾ പറയുന്നില്ല. കാരണം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും നമുക്ക് കൃത്യമായി അറിയില്ല. ഇവർ ശംഖുമുഖത്ത് വെച്ച് പ്രശ്നങ്ങളുണ്ടായെന്നും ന്യൂ ഇയറിൻ്റെ അന്ന് പ്രശ്നങ്ങളുണ്ടായെന്നും ഒക്കെ അങ്ങനെ പല പല കഥകളും പുറത്തു വരുന്നുണ്ട്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ പോലീസുകാരൻ എന്ന് പറയുന്നത് നല്ല തൻ്റെ ഇടമുള്ള ഒരു പയ്യൻ തന്നെയാണ്. കാരണം ഇത്രയും പയ്യന്മാർ വന്നിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് നേരിടുന്നുണ്ട്. നല്ല തൻ്റെ ഇടത്തോട് നിന്ന് തന്നെ അദ്ദേഹം അടിക്കുന്നുണ്ട്. SFIയിലെ പിള്ളേർ കുറേ പേരുണ്ടായിരുന്നു. അവർ ഭയപ്പെട്ട് പയ്യന്മാർ പിന്നോട്ട് മാറുന്നുമുണ്ട്. ഈ പോലീസുകാരൻ ആഞ്ഞു തന്നെ ആ പയ്യന്മാരെ ഇടിക്കുന്നുണ്ട്. പോലീസുകാരൻ എന്തായാലും യൂണിഫോമിലല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടൊക്കെ എന്തോ ഒരു ഷോപ്പിങ്ങിന് വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്ത്രീ കൂടെ ഉണ്ട്. എന്തായാലും അവൻ്റെ സഹോദരിയോ ഭാര്യയാവാം. SFIയിലെ പയ്യന്മാരെ തല്ലിയത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. ഇങ്ങനെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നെ പുറത്തിറങ്ങി വരുമ്പോൾ അവരെ തിരിച്ചു തല്ലുക എന്ന് പറയുമ്പോൾ അത് ഒരു ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല. മേലുദ്യോഗസ്ഥന്മാർ പറയുന്നതനുസരിച്ചാണ് ഈ പോലീസുകാർ പ്രവർത്തിക്കുന്നത്. പിന്നെ ചില പോലീസുകാർക്കൊക്കെ കുറച്ച് മോട കൂടുതലുണ്ട്. അടിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ അവർ കിട്ടുന്ന പയ്യന്മാരെയൊക്കെ ചവിട്ടി കൂട്ടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അവരുടെ കൈതരിപ്പ് മാറ്റുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ പോലീസുകാരനും ആ കൂട്ടത്തിൽ പെട്ടതായിരിക്കാം. എങ്കിലും അദ്ദേഹം യൂണിഫോമിലായിരുന്ന സമയത്ത് അവർ പ്രതികരിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിനൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ പയ്യന്മാർ പുറകെ പോയിട്ട് അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ശരിയായെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ അവരെ നേരിട്ടു എന്നുള്ളത് ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ കാണുന്നുണ്ട്. തൻ്റെ ഇടമുള്ള ഒരു പോലീസുകാരൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.